ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കണോ. ഇന്ന് ഞാൻ കുറച്ച് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീക്കിലി 1 ടൈം ഞാൻ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്. അപ്പോൾ അതിൽ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് വന്ന് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് യൂസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ പോയിട്ട് നടക്കാറുണ്ട്. നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി പൊരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂരി പരത്തലും പൊരിക്കലും ഒക്കെ കൂടെ ഒപ്പായിട്ടാണ് ചെയ്യുന്നത്. കറി റെഡിയായി കഴിഞ്ഞാൽ പിന്നെ പൊരിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും വന്നിട്ട് അവരവരുടെ സമയങ്ങളിൽ വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് പൂരി. ഞാൻ പൂരി ശരിക്കും പ്രസ്സിൽ ആക്കിയിട്ടല്ല കേട്ടോ ചെയ്യൽ. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ കുറച്ച് നീട്ടിയിട്ട് പരത്തിയെടുക്കും, കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കും, അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1-2 ടേബിൾ സ്പൂണ് റവ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് പൂരി എടുക്കൽ. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ പരത്തലും പൊരിക്കലും ഒക്കെ ഒരുമിച്ച് തന്നെ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോയി. നേരത്തെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് പോയി. പിന്നെ ബാക്കിയുള്ള പൂരിയൊക്കെ ഞാൻ പൊരിച്ച് അപ്പോഴത്തേന് കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്നു. താഴെയുള്ള 2 മക്കൾക്ക് ക്ലാസ് ഉണ്ട്. അവർ ഓൺലൈനായിട്ടാണ് സ്കൂളിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ 2 മാസം ശരിക്കും വെക്കേഷന് നോർമൽ റെഗുലർ സ്കൂളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇവർക്ക് കറക്റ്റ് 1 മാസമേ കിട്ടിയതുള്ളൂ. അവർക്ക് ഓഗസ്റ്റ് 7 തന്നെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ 9 മണിയാകുമ്പോഴത്തേനും അവർക്ക് ക്ലാസ്സിൽ കയറണം. അപ്പോൾ അതിൻ്റെ മുന്നേ അവർ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ ക്ലാസ്സിൽ കയറണം. കാരണം ക്ലാസ്സിൻ്റെ ഇടയിൽ ഓരോ ഹവറിൻ്റെ ഇടയിലും 10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കൊടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഉച്ചക്കിലേക്കുള്ള ഫുഡ് ഇന്ന് റെഡി ആക്കേണ്ടതില്ല. കാരണം തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ് ബാക്കിയുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ശരിക്കും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ഫുഡൊക്കെ ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ എത്തിക്കിട്ടൂല. അപ്പോൾ ഈ മക്കൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവർ 2 പേരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു മടിയൊക്കെയാണ് ക്ലാസ്സിൽ കയറാൻ. കാരണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പിന്നെ ഓൺലൈനും കൂടെ അല്ലേ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവരെ കൂടെ ഉണ്ടാവണം. ക്ലാസ്സിൽ തന്നെ അല്ലേ, എവിടെയെങ്കിലും യൂട്യൂബോ അല്ലെങ്കിൽ വല്ല ഗെയിമിൽക്കോ ഒക്കെ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ശരിക്കും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫുള്ള് ബിസി ആയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ക്ലീനിങ്ങിലേക്ക് പോവാം. ഇന്ന് മെയിനായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് എൻ്റെ കൗണ്ടർ ടോപ്പാണ്. ഇവിടെ കൗണ്ടർ ടോപ്പ് ഫുള്ള് വൈറ്റ് ആയിട്ടാണ് ഉള്ളത്. നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും വൈറ്റാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അത് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ സ്റ്റെയിൻസ് പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണെന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ റിവ്യൂ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അവർ നമ്മൾ കണ്ടിട്ട് ഇഷ്ടാവുന്ന ആ ഒരു തരത്തിലുള്ള ഫ്ലാറ്റുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഞങ്ങളാണ് ഫസ്റ്റായിട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റെയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അടുത്തുനിന്ന് വന്നിട്ടുള്ളത് തന്നെ. അതും ഈ ഒരു സിങ്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ശരിക്കും കഴുകിയിട്ട് വെക്കുക, അങ്ങനെ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ബിസി ആകുന്ന സമയങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് വെച്ചിട്ടൊക്കെ പോകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പിടിക്കുന്ന സ്റ്റെയിനുകളാണ്. അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ തൊലി കളയുന്ന സമയങ്ങളിൽ ഇപ്പോൾ പൊട്ടേറ്റോ അങ്ങനെയുള്ളതൊക്കെ ശരിക്കും തൊലി കളയുമ്പോൾ അതിൻ്റെ ആ ഒരു കറ പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് മാത്രം മതി. ബേക്കിംഗ് സോഡയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ശരിക്കും ഫുള്ള് കൗണ്ടർ ടോപ്പ് സ്പ്രെഡ് ചെയ്തിട്ടിടുക. ഫുള്ള് വേണമെന്നില്ല, നമ്മൾക്ക് എവിടേക്കാണോ സ്റ്റെയിന് പിടിച്ചിട്ടുള്ളത് അവിടെ ശരിക്കും സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുക. അപ്പോൾ ഞാനത് ശരിക്കും തേച്ച് അവിടെ പിടിപ്പിച്ചിട്ട് പോന്നിട്ടുള്ളതാണ്. ഇനി എനിക്ക് ബാൽക്കണിയൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ ബാൽക്കണി കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ക്ലീനിങ്ങിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ ചെടികളൊക്കെ ഒരുവിധം ചൂടായതുകൊണ്ട് നല്ല ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ, 40 ഡിഗ്രി എബവ് ആണ്. അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കര ചൂടാണ്. എത്ര നമ്മൾ AC ഇട്ട് കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ ഉള്ളിലായതുകൊണ്ട് അത്ര വലിയൊരു ഇത് തോന്നില്ല എന്ന് പറയും, പക്ഷേ നമുക്ക് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഇവരൊക്കെ അവസ്ഥ, കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പം ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ഈ ആദ്യ ചൂടത്തും അവരൊക്കെ ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം പോലും ലീവാവാണ്ട് അവർ ചെയ്യേണ്ട പണികൾ ചെയ്യുക വേണ്ടേ. പുറത്തൊരു ശരിക്കും ഒരു കാറ്റടിച്ചാൽ പോലും അത് ചൂട് കാറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ശരിക്കും പാവമാണ്. എന്താ പറയുക, പ്രവാസികളാവുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സുഖമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഏതൊരു പണിയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ പഠിച്ചവന് എല്ലാവർക്കും എളുപ്പമാക്കി കൊടുക്കട്ടെ, അവരുടെ എല്ലാവരുടെ ജോലികളും അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് എളുപ്പമാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ബാൽക്കണിയുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. 2 ബാൽക്കണിയാണ് എനിക്കുള്ളത്. അപ്പോൾ രണ്ടും ഞാൻ ക്ലീൻ ചെയ്തു. ഒരു ബാൽക്കണിയിൽ ഫുള്ള് ഹാങ് ചെയ്തിട്ടാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ താഴെയാണ് കൂടുതലും വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പോട്ടുകളൊക്കെ ശരിക്കും മാറ്റിയിട്ട് തന്നെ ഞാൻ ഫുള്ള് താഴെ ക്ലീൻ ചെയ്യാറുണ്ട്. നന്നായി പൊടി പാറൊക്കെ ചെയ്യും, എന്നാലും വീക്കിലി 2 ടൈംസെങ്കിലും ഞാൻ ബാൽക്കണി തുടച്ചിടാറുണ്ട്. എനിക്ക് അങ്ങനെ പൊടി പിടിച്ച് കിടക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ബാൽക്കണി ക്ലീനിങ് ഒക്കെ കൂടെ ആയിട്ട് 1 മണിക്കൂറോളം എനിക്ക് അവിടെ സ്പെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയം ഇതിവിടെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ അത് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഇതും നമ്മൾ എടുക്കണ്ട, കയ്യിൽ ബ്രഷോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ വെച്ചാൽ കയ്യിന് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പം ശരിക്കും ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി. നമ്മൾ ലൈറ്റായിട്ട്, ഭയങ്കര ഹാർഡായിട്ട് ഉരക്കൊന്നും വേണ്ട, ശരിക്കും ലൈറ്റായിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഭയങ്കര ആയിട്ട് നമ്മളുടെ സ്റ്റെയിൻസൊക്കെ റിമൂവ് ആയി പോകട്ടോ. ശരിക്കും ഒരു ഫ്രഷ് കൗണ്ടർ ടോപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ആവുക. നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം ആ ഒരു സമയത്തുള്ള പോലെ തന്നെയാണ്. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ശരിക്കും കറ ശരിക്കും പോന്നിട്ട് അതിൻ്റെ ആ ഒരു കളർ തന്നെ മാറി, ആ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയിട്ട് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ കുറേ റെമഡീസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതിൽ നമ്മൾ വിനീഗറും ബേക്കിംഗ് സോഡയും ഡിഷ് വാഷ് ലിക്വിഡും ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് വിനീഗറും അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണല്ലോ. ശരിക്കും ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് ഉള്ളതൊന്നും നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനത്തെ സ്റ്റെയിൻസ് കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നും യൂസ് ചെയ്യരുത്. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വരുമ്പോൾ ശരിക്കും അവിടെ കളർ ഫെയ്ഡായി പോവുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് സ്റ്റെയിൻസ് വരാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ബേക്കിംഗ് സോഡ മാത്രമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റെയിൻ റിമൂവർ ആണ് താനും. അപ്പോൾ നമ്മൾ വേറെയുള്ള കെമിക്കൽസ് ആയിട്ടുള്ള ലിക്വിഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റൗ ടോപ്പില്ലേ, അതിൻ്റെ ബർണറിൻ്റെ ഭാഗങ്ങളൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ശരിക്കും വിനീഗറും ഇതൊക്കെ യൂസ് ചെയ്യും, ക്ലോറക്സ് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വ്യത്യാസങ്ങൾ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഫസ്റ്റായിട്ട് ഇവിടെ കയറിയ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു രീതിക്ക് എനിക്ക് കൗണ്ടർ ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. ഇത് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇങ്ങനെ. അത് ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടതാണ്, ഒരു കൊറിയൻ ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ അവർ ഇതേപോലെ ചെയ്യുന്ന കണ്ടപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് അതിൽ ഡീപ്പായിട്ട് തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്യാണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ.
അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഐക്യന്ന് വാങ്ങിയിട്ടുള്ളൊരു ഡിഷ് റാക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കഴുകുന്ന പാത്രങ്ങളൊക്കെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ അവിടെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കാണ് ആദ്യം വെക്കുക. എന്നിട്ടാണ് മെയിൻ സ്റ്റാൻഡിലേക്ക് അത് മാറ്റി വെക്കുള്ളൂ കേട്ടോ. വലിയ പാത്രങ്ങളൊക്കെ കബോർഡിലാണ് വെക്കുന്നത്, അപ്പോൾ അതൊക്കെ അങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ ശരിക്കും ആ വലിയ ഡിഷ് റാക്കിൻ്റെ ട്രേ ആണ് ഞാനിതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത്. ഇത് ഐക്യന്ന് മേടിച്ചായതുകൊണ്ട് അതിൻ്റെ അടിയിൽ ശരിക്കും ട്രേ ഇല്ല. അപ്പോൾ നമുക്ക് ശരിക്കും വെള്ളം വാർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ മാറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ മാറ്റൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് മറ്റേൻ്റെ ട്രേനെ എനിക്കിതിന് കംഫർട്ടബിളായിട്ട് തോന്നി, അപ്പോൾ ഞാൻ അതന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാനിവിടെ നമ്മുടെ സ്പോഞ്ച് അതേപോലെ സ്ക്രബ്ബർ ഒക്കെ വെക്കുന്ന ഒരു ട്രേ ആണ്. അപ്പോൾ ഇതും ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് ഹോം ബോക്സ് എന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഏകദേശം ഇവിടെ ഉള്ളതൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് അകം അടിച്ചു വാരി തുടക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഈ ഒരു കൗണ്ടർ ടോപ്പ് കറ പിടിച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും ഇതുപോലെ വിഷമിച്ചിരുന്നായിരുന്നാണ്. നമുക്കതിൻ്റെ ഒരു കറ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് ശരിക്കും, അതൊരു എന്തോ പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഞാനിതിങ്ങനെ കാണിച്ചത്. അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.